നമസ്കാരം, ഞാൻ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനം കൂടി ചെല്ലും ചെലവും നൽകി വളർത്തിയ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഇനി അദാനിക്ക് സ്വന്തം. തിരുവനന്തപുരത്തെ സമുദ്രത്തിന് പുറമെ ആകാശം കൂടി അദാനി സ്വന്തമാക്കുമ്പോൾ മലയാളിയുടെ വികാര വിചാര വിക്ഷോഭങ്ങൾ ഏതൊക്കെയാണ്? ഇത്തരത്തിലുള്ള വികാരങ്ങൾക്കപ്പുറത്ത് പൂച്ച കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും എലിയെ പിടിച്ചാൽ മതിയോ? ഇതാണ് ഞാൻ മലയാളി ഈ വിഷയത്തിലൂടെ പരിശോധനയ്ക്കെടുക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ജിജി തോംസൺ IAS, മുൻ ചീഫ് സെക്രട്ടറി; ശ്രീ M. വിജയകുമാർ, CPIM നേതാവ്, മുൻ നിയമകാര്യമന്ത്രി; അഡ്വക്കേറ്റ് S. സുരേഷ്, BJP ജില്ലാ പ്രസിഡന്റ്, തിരുവനന്തപുരം; അഡ്വക്കേറ്റ് ജോർജ് മേഴ്സിയാർ, കോൺഗ്രസ് നേതാവ്, മുൻ MLA; ശ്രീ ഏലിയാസ് ജോൺ, സാമൂഹ്യ വിമർശകൻ; ശ്രീ ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ; ശ്രീജിത്ത് പണിക്കർ, സാമൂഹ്യ നിരീക്ഷകൻ; ശ്രീ അജിത് കുമാർ, എയർപോർട്ട് അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി. അതോടൊപ്പം സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമായി കുറെ പേർ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ ജിജി തോംസൺ, അങ്ങനെ തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് സ്വന്തമാകും. മലയാളിക്ക് സന്തോഷത്തിന്റെ വകയാണോ, സന്താപത്തിന്റെ വകയാണോ, ഒരു വികസന കുതിപ്പിലേക്കാണോ പോകുന്നത്, അതെയോ ഒരു സംഘർഷത്തിലേക്കാണോ പോകുന്നത്? അദാനിക്ക് കൊടുക്കുന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, നമ്മുടെ എയർപോർട്ട് പ്രൈവറ്റൈസ് ചെയ്യുന്നു, ഗവൺമെൻറ് തീരുമാനമെടുത്തു. അതിൻ്റെ പിന്നിൽ ചില സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ട്. കാരണം പ്രൈവറ്റൈസേഷൻ നടത്തുമ്പോൾ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക ഒന്ന്, പിന്നെ കോമ്പറ്റീഷൻ കൂടി അതിൻ്റെ ചിലവ്, കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് ഉണ്ടാക്കുക, പിന്നെ മൂന്ന്, സേവനത്തിൻ്റെ തോത്, സ്റ്റാൻഡേർഡ്സ് ഓഫ് സർവീസ് അത് കൂട്ടുക. ഈ ലക്ഷ്യം വെച്ചിട്ടാണ് പ്രൈവറ്റൈസേഷൻ. താങ്കൾ പരിപൂർണമായി ഈ ഒരു പ്രക്രിയ സ്വാഗതം ചെയ്യും? ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു തരത്തിലൊരു അംബിഗ്വിറ്റി അതിലില്ല? ഇല്ല ഇല്ല. ഈ മാധ്യമങ്ങളിൽ വരുന്നതിൽ താങ്കൾ വഴിതെറ്റി പോകാറുണ്ടോ? ഇല്ല ഇല്ല. ശ്രീ M. വിജയകുമാർ, നിങ്ങൾ അടുത്താണ് ഇരിക്കുന്നതെങ്കിലും ഇരു ധ്രുവങ്ങളിലാണ് ഇരിക്കുന്നത്. താങ്കൾ ഈ അടുത്ത കാലത്തായിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിന് വേണ്ടി ഒരു കൊടിപട ഉയർത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ കൊച്ചു കുട്ടികൾ തന്നെ പറയുന്നു, ടെൻഡറിന് മുമ്പ് തന്നെ പറയുന്നു അദാനിക്കാണെന്ന്. ഇപ്പൊ 5 എണ്ണം ആദ്യം അദാനിക്ക് കിട്ടിയപ്പോൾ ഗുവാഹട്ടി കിട്ടിയില്ല, അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു. അന്ന് തന്നെ എല്ലാവരും പറയുന്നു നോക്കണ്ട അദാനിക്കാണ്. താങ്കളുടെ വിരോധം അദാനിയോടാണോ? ഒരിക്കലുമല്ല. ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന ഈ പകൽ കൊള്ളയോടുള്ള ജനങ്ങളുടെ വിയോജിപ്പാണ്. ഞങ്ങളൊക്കെ ജനങ്ങളുടെ ഭാഗമായി നിൽക്കുന്നതാണ്. ജനങ്ങളുടെ മാറി നിന്നാൽ ശ്രീ ജിജി തോംസൺ പറഞ്ഞ പോലെ പറയാം, ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, രാജ്യരക്ഷയ്ക്ക് വേണ്ടി. കാരണം ഡിഫൻസ് ഓപ്പറേഷൻ ഉൾപ്പെടെ നടക്കുന്ന ഒരു എയർപോർട്ടാണ് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്. അടുത്ത കാലത്ത് നടന്ന ശ്രീലങ്ക ഉൾപ്പെടെ എത്രയോ പ്രാവശ്യം സദേൺ എയർ കമാൻഡിന്റെ പരിധിയിൽ വരുന്ന ഒരു എയർപോർട്ട് കൂടിയാണ്. അങ്ങനെ ഡിഫൻസിന്റെ കാര്യമുണ്ട്. ജനങ്ങളുടെ സ്വത്താണ്, 30,000 കോടിയുടെ സ്വത്താണ്. സുരേഷിനെ വൈകാരികമായി തളയ്ക്കാനുള്ള ചില പദപ്രയോഗങ്ങൾ കൂടി ശ്രീ M. വിജയകുമാർ നടത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇൻഡോ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിനൊരു പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞ് സുരേഷ് ഒരു പത്മവ്യൂഹത്തിലേക്ക് ശ്രീ M. വിജയകുമാർ താങ്കളെ പിടിച്ചെറിഞ്ഞിരിക്കുകയാണ്. എയർപോർട്ട് ഇന്നും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കയ്യിൽ തന്നെയാണ്. അവിടുത്തെ നടത്തിപ്പും മെയിൻ്റനൻസും ഡെവലപ്മെൻറ്റും ഇതാണ് 168 രൂപ. ഒരാളവിടെ വന്നു പോയാൽ 168 രൂപയ്ക്ക് അദാനിയെ തൽക്കാലം ഏൽപ്പിച്ചേക്കുന്നത്. അല്ലാതെ ആധാരവും പട്ടയവും പ്രമാണവും ഒന്നും അവിടെ കൊടുത്തിട്ടില്ല. ഒന്ന്, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയുന്നത് ശരിയല്ല. രണ്ടാമത്തെ പോയിന്റ്, അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ, എയർ ട്രാഫിക്, ഇത് അദാനിയുടെ കയ്യിലല്ല. അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. അതുകൊണ്ട് അതിനും ഉത്കണ്ഠ ആവശ്യമില്ല. അതുകൊണ്ട് ഇനി എവിടെ യുദ്ധം നടന്നാലും കുഴപ്പമൊന്നുമില്ല വിജയകുമാർ സാറേ, കുഴപ്പമൊന്നുമില്ല. അടുത്ത് മൂന്നാമത്തെ കാര്യം തിരുവനന്തപുരത്ത് മാർക്സിസ്റ്റ് പാർട്ടി വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ടുവന്ന കണ്ണൂർ എയർപോർട്ട് തിരുവനന്തപുരത്തെ പോലെ PPP മോഡൽ തന്നെയാണ്. സിയാൽ PPP ആണ്. അത് എയർപോർട്ട് അതോറിറ്റിയുടെ അല്ല, രാജ്യത്തിന്റെ അല്ല. ആണല്ലോ.
അവർ സ്വന്തമായി ഉണ്ടാക്കിയതാണ്. സിയാലിലെ ഇപ്പൊ അദാനിയെ കുറിച്ച് പറയുന്നു. സിയാലിലെ 3 കോടിയോളം വരുന്ന ഷെയർ ഈ ഒരു മലയാളിയായിട്ടുള്ള ഒരു കുടുംബത്തിന്റെ കയ്യില്ല. 26% ഷെയർ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ടാവും. പക്ഷെ ബാക്കി ഷെയറിൽ എല്ലാം ഒരു കുടുംബത്തിന്റെ കയ്യിൽ. സുരേഷ്, ഞാൻ അതിനോടൊക്കെ ഞാൻ പറയട്ടെ, ഇപ്പൊ മെട്രോ ട്രെയിൻ കൊച്ചിയിലൊന്നും ഒരു കുടുംബത്തിന്, ഒരു സ്വകാര്യ വ്യക്തിയുടെ ലുല്ലുവിന് വേണ്ടി ഒരു റെയിൽവേ സ്റ്റേഷൻ പോലും ഉണ്ടാക്കി കൊടുത്തു മെട്രോയുടെ പേരിൽ ഈ ഇടതുപക്ഷ സർക്കാർ. അപ്പൊ ഈ സർക്കാരാണ് തോംസൺ ഇവിടെ അതിനോട് വിയോജിക്കുന്നത്. എന്താ വെച്ചാൽ അദ്ദേഹം കാർമ്മിത്യം വഹിച്ച സമയത്തൊക്കെയാണ് അതിന്റെ പ്രക്രിയകൾ നടന്നത്. താങ്കൾ അദ്ദേഹത്തിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. സുരേഷിന്റെ അഭിപ്രായ പ്രകാരം തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു അപാകതയില്ല. അല്ലല്ല, നല്ലതാണ്. അഡ്വക്കേറ്റ് ജോർജ് മെഴ്സിയ, ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രൈവറ്റൈസേഷനെ കുറിച്ചാണ്. എൻ്റെ വ്യക്തിപരമായ നിലപാട് അല്ല, ഇപ്പൊ 2 നിലപാടുമായിട്ടാണ് താങ്കൾ വന്നിരിക്കുന്നത്. എനിക്കറിയണ്ടേ? അല്ല, അതൊരു കൂടുതൽ ഇതിനു വേണ്ടി ഒരു അവസരം കൊടുക്കാതെ ഞാൻ ആദ്യം എൻ്റെ വ്യക്തിപരമായ നിലപാട്. ഓക്കെ, അപ്പൊ താങ്കൾ ഇപ്പൊ ഹൃദയത്തിന്റെ ഭാഷയിലാണോ പറയുന്നത്, ബുദ്ധിയുടെ ഭാഷയിലാണോ പറയുന്നത്? രണ്ടും കൂടെ സമ്മിശ്രം കൂടി. എവിടെയോ ഒന്നും. അല്ല, എന്തായാലും ഒരു ആസ് എൻ ഇൻഡിവിജ്വൽ പ്രൈവറ്റൈസേഷന് ഞാൻ എതിരല്ല. അതെ, അങ്ങനെ പറയാം അല്ലേ? കാര്യം വെച്ചാല് നമ്മളിപ്പോ ഈ ലോകം ഇങ്ങനെ പുരോഗമിക്കുമ്പോ, ഇപ്പൊ ഞാൻ ഒരു 10-15 വർഷങ്ങൾക്ക് 1965 തോന്നുന്നു, ഡൽഹി ആൻഡ് ബോംബെ എയർപോർട്ടുകൾ പ്രൈവറ്റൈസ് ചെയ്യുന്നതിനെതിരെ വ്യാപകമായ പ്രക്ഷോഭം ഉണ്ടായി. 65 മുമ്പ് ഞാൻ ഡൽഹി വഴി പോയിട്ടുണ്ട്, എവിടേക്ക് പലരും പോയിട്ടുണ്ടാവും. 65 ശേഷവും പോയിട്ടുണ്ട്. ഇന്ന് കാണുന്ന ആ ഒരു വ്യത്യാസം സ്വാഭാവികമായിട്ടും ഒരു സർക്കാരിന്റെ ഒരു ബഡ്ജറ്ററി പ്രൊവിഷനകത്ത് നിന്നുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ തരത്തിലുള്ള വികാസമല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ലോകത്തെ മറ്റ് ഒരു എയർപോർട്ടുകളോട് കിടപിടിക്കുന്ന ഒരു അന്താരാഷ്ട്ര വാണിജ്യ ഇടപാട് നടക്കുന്ന സ്ഥലം എന്നുള്ള നിലയിൽ എയർപോർട്ടുകൾ വികസിക്കാൻ പ്രൈവറ്റൈസേഷൻ ആവശ്യം. വ്യക്തമായി താങ്കളുടെ നേതാക്കളായിട്ടുള്ള ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള VM സുധീരൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ ഒരു ഭാഷയല്ല പ്രയോഗിക്കുന്നത്. അപ്പൊ താങ്കൾക്ക് ഈ ഒരു പ്രസ്താവന നടത്തിക്കൊണ്ട് ഒരു തട്ടുകേട് ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ മലയാളി പ്രസിഡന്റ് അങ്ങനെ ഡെഡ്ലി അഗൻസ്റ്റ് ആണെന്നൊരു പ്രസ്താവന ഇന്നവരെ ഞാൻ കണ്ടിരിക്കുന്നത്. അഡാനിക്ക് അടിയറ വെച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രോസസ്സിന് അങ്ങനെയല്ലേ മനസ്സിലാക്കട്ടെ? മുല്ലപ്പള്ളി പറഞ്ഞത് മോദിയും പിണറായിയും കൂടെ ഒത്തുകളിക്കുന്നതാണ്. ഒത്തുകളിക്കുന്നത് അദാനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അദാനിക്ക് കൊടുത്തതിനെയാണല്ലോ എതിർക്കുന്നത്. ഇപ്പൊ നല്ല പ്രക്രിയയാണെങ്കിൽ ആ ഒത്തുകളിച്ചത് സൽക്കർമ്മമല്ലേ ആകേണ്ടത്? അപ്പൊ ഞാൻ ജോർജ് മെഴ്സിയാറുള്ള വ്യക്തിപരമായ സ്നേഹം വെച്ചിട്ട് പറയാണ്, ഇത് വെച്ച് താങ്കൾക്ക് രാഷ്ട്രീയത്തിൽ പോറലേക്കാൻ പാടേയില്ല. ഇല്ല, ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ബോധേഡല്ല. വെരി ഗുഡ്, അതാണ് എനിക്ക് വേണ്ടത്. അതെ, ആ തന്റെ ഇടത്തെ നമ്മൾ സല്യൂട്ട് ചെയ്തുകൊണ്ട്. എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ട്, ആ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു. വ്യക്തമായി ശ്രീ എലിയാസ് ജോൺ, ജോർജ് മെഴ്സിയാർ കൃത്യമായി യാതൊരു ശങ്കയ്ക്കും വകയില്ലാത്ത വിധം പ്രൈവറ്റൈസ് ചെയ്യണം, അദാനി വന്നാലും കുഴപ്പമില്ല, വികസിക്കണം, ലോകം മാറും. എന്താണ് താങ്കൾ പറയുന്നത്? നമുക്കെല്ലാം പ്രൈവറ്റൈസ് ചെയ്യാം. പാകിസ്ഥാന്റെ കൂടെ വിടുന്ന ആർമിയെ പ്രൈവറ്റൈസ് ചെയ്യാം, നമുക്ക് പാർലമെന്റ് പ്രൈവറ്റൈസ് ചെയ്യാം. എന്താ അത് മാത്രം കുത്തകയാക്കി വെച്ചിരിക്കുന്നത്? അതും കൂടെ പ്രൈവറ്റൈസ് ചെയ്യട്ടെ. മോദി വേണ്ട, അദാനി ഇരിക്കട്ടെ പ്രധാനമന്ത്രിയായിട്ട്. ഇത് ഈ പറയുന്ന നമ്മുടെ ജിജി തോംസൺ ചീഫ് സെക്രട്ടറി ആയിരുന്ന മനുഷ്യനാണ്. എന്താ അദ്ദേഹം ആദ്യം പറഞ്ഞത്? എഫിഷ്യൻസി കൂടുമെന്നോ? അപ്പൊ IAS എഫിഷ്യൻസി ഇല്ലേ? എന്തിനാ ഇവര് കയറി ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്നത്? അപ്പോ സമൂഹത്തിന്റെ മുഴുവൻ വരുമാനവും ഊറ്റിയെടുത്തുകൊണ്ട് ഇൻഎഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കാനാണോ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയും സെക്രട്ടറിമാരും എല്ലാം ഇതുപോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇത്രയും കുത്തഴിഞ്ഞ പ്രസ്ഥാനമാക്കി പ്രൈവറ്റുകാരന് കൊടുക്കാനുള്ള ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട്. ഇൻഎഫിഷ്യൻസി കാണിക്കുന്ന ആരാണ്? ഇവിടെ ഇരിക്കുന്ന തൊഴിലാളികളാണോ? അവരെ നയിക്കേണ്ട, അവരെ ഏറ്റവും നല്ല ലക്ഷ്യത്തിലോട്ട് കൊണ്ടുപോകേണ്ട നേതൃത്വം ഇത് മോഡി രാജിവെച്ചുകൊണ്ട് കൊടുത്തോട്ടെ, നമുക്കാർക്കും വിരോധമില്ല. അപ്പൊ ഈ സംവിധാനങ്ങൾ മുഴുവൻ പരാജയമാണ്. ഞങ്ങളെ കൊണ്ട് ഒരു എയർപോർട്ട് പോലും നടത്താൻ പറ്റില്ല, ഒരു റെയിൽവേ സ്റ്റേഷൻ നടത്താൻ പറ്റില്ല, ഒരു സീ പോർട്ട് നടത്താൻ പറ്റില്ല, ഒന്നും നടത്താൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മുഴുവൻ പ്രൈവറ്റൈസ് ചെയ്യണം രാജ്യം. അതെന്താ ചെയ്യാത്തത്? അപ്പൊ ഞങ്ങൾക്ക് 540 പേർക്ക് പ്രിവിലേജസ് വേണം, ഞങ്ങൾ പാർലമെന്റിലിരിക്കും, ഞങ്ങൾ അസംബ്ലിയിലിരിക്കും, രാഷ്ട്രീയ പ്രവർത്തനം മുഴുവൻ പൊതുമേഖല, ബാക്കിയുള്ളതെല്ലാം കച്ചവടം. ഈ നയത്തോട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. വളരെ വൈകാരികപരമായിട്ടുള്ള ഷിജി തോംസൺ, താങ്കൾക്ക് എന്നോട് വേണമെങ്കിൽ ക്യുക്കായിട്ട് വേണമെന്ന് പ്രതികരിക്കാൻ താങ്കളുടെ പേര് വലിച്ചഴിച്ചുകൊണ്ടാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, നോക്കൂ, ആദ്യമായിട്ട് എയർപോർട്ട് പ്രൈവറ്റൈസേഷൻ നടത്തിയത് മാർഗരറ്റ് താച്ചറാണ്. അതിനുശേഷം ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ, എല്ലാവരും ഇല്ല. അവിടെ ലണ്ടനിൽ പോയി നോക്കുക,
ബ്രിട്ടീഷ് റെയിൽ നേരത്തെ എങ്ങനെയായിരുന്നു, ഇപ്പോഴെന്താ ബ്രിട്ടീഷ് റെയിൽ ഇപ്പോഴവിടെ ചെല്ലുമ്പോൾ അതുപോലും റെയിൽവേ പോലും പ്രൈവറ്റൈസ് ചെയ്തു. എന്ത് എഫിഷ്യൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അത് പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ എഫിഷ്യൻസി കൂടുന്നു എന്നുള്ളത് എല്ലായിടത്തും അറിവുള്ള കാര്യമാണ്. അതിൻ്റെ അർത്ഥം സർക്കാരിലുള്ള എല്ലാവരും പ്രൈവറ്റൈസ് ചെയ്യണമെന്നല്ല. കാരണം നമുക്ക് ജനങ്ങൾക്ക് കൂടുതൽ സർവീസ് കൊടുക്കേണ്ടുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ KSRTC നോക്കൂ, ഗവൺമെൻറ് പൂർണ്ണ ഉടമതയിലാണ്. എവിടെയാണ് എഫിഷ്യൻസി ഉള്ളത്? എന്തുകൊണ്ടത് ഇങ്ങനെ ആയി പോകുന്നു? അപ്പോൾ അത് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ചില മേഖലകളിൽ ജനങ്ങൾക്ക് കൂടുതൽ സർവീസ് കൊടുക്കേണ്ടുന്ന മേഖലകളിൽ പ്രൈവറ്റൈസേഷൻ അനിവാര്യമായി വരുന്നു. അത് നമുക്ക് നല്ല എക്സാമ്പിളാണ്. ഇപ്പം നേരത്തെ ജോർജ് മേഴ്സർ പറഞ്ഞത് നോക്കൂ, ഡൽഹി, ബോംബെ, ബാംഗ്ലൂർ, ഹൈദരാബാദ് എയർപോർട്ട്സ് പോയി നോക്കൂ, എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഇപ്പൊ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് 100 ബില്യൺ രൂപയാണ് വരുമാനം കിട്ടിയിരിക്കുന്നത്. അവിടെ ഏറ്റവും വലിയ ലാഭത്തിന്റെ പ്രധാന വിഹിതം കൊടുക്കുന്ന GMRഉം പിന്നെ GVKയും കൂടിയാണ്. ഈ രണ്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ്. അവ അങ്ങനെ വന്നിട്ട് 125 എയർപോർട്ടുകളാണ് എയർപോർട്ട് അതോറിറ്റിയുടെ കീഴേ ഉള്ളത്. അതിൽ 27 എയർപോർട്ടിനകത്ത് വിമാനം പോകുകയോ താഴുകയോ തിരിച്ചു വരാം. ശ്രീജിത്ത്, വളരെ എന്താ പറയാ ഘടകവിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വാഭാവികമാണ്. നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരണം. അതേസമയം സ്വന്തം രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാലും എനിക്കൊരു നിലപാടുണ്ടെന്ന് പറയാനുള്ള ശ്രീ ജോർജ് മെഴ്സിയാറുടെ ആ ഒരു തൻ്റെ അടുത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെ തന്നെ ആയിരിക്കണം നാളെ എന്ന് കൂടി എനിക്കൊരു ആഗ്രഹമുണ്ട്. ശ്രീ മെഴ്സിയാർ, അത് ശ്രീജിത്തിന്റെ അഭിപ്രായം എന്താണ്? ഇവിടെ വികാരപരം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഡേറ്റ വെച്ചിട്ട് സംസാരിക്കാനാണ് എൻ്റെ ഒരു താല്പര്യം. അപ്പൊ താങ്കൾ ഉദ്ദേശിക്കുന്ന വികാരപരം ഉദ്ദേശിക്കുന്ന ഏലിയാസിനെ ഉദ്ദേശിച്ചാണോ? അദ്ദേഹമാണ് ഇതിൽ കൂടുതൽ വികാരപരമായി സംസാരിച്ചത്. അപ്പം ശ്രീ ജിജി തോംസൺ പറയുന്നതിനോട് ചേർത്ത് നിർത്തി പറയുകയാണ്. കാരണം ഈ എയർപോർട്ട് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസമല്ല. യൂറോപ്യൻ കൺട്രികളിൽ ഒരു 50% മുകളിൽ എയർപോർട്ടുകളും പ്രൈവറ്റൈസ്ഡ് ആണ്. ഇപ്പോൾ വളരെ അടുത്ത കാലത്ത് തന്നെ ബ്രസീൽ അവരുടെ രാജ്യത്തുള്ള 54 എയർപോർട്ടുകളെയും പ്രൈവറ്റൈസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചതിൻ്റെ ഓപ്ഷൻ നടത്തി കഴിഞ്ഞു. ജപ്പാനിലെ ഏറ്റവും വലിയ 7 എയർപോർട്ടുകൾ പ്രൈവറ്റൈസ് ചെയ്യപ്പെടുകയാണ്. അതേപോലെ ലോകത്തിലുള്ള എയർപോർട്ടുകളുടെ 15% മൊത്തത്തിൽ ഇത് പ്രൈവറ്റൈസ് ചെയ്യപ്പെടുകയാണ്. ഇത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല. പിന്നെ നമ്മളിത് അദാനിക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത് ഈ 6 എയർപോർട്ടുകളും അദാനിക്ക് കിട്ടിയതുകൊണ്ടാണ്. അതൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ബിഡിംഗ് പ്രോസസ്സ് ഉണ്ടായിരുന്നു. മറ്റ് പ്ലെയേഴ്സ് ഇതിനകത്തിലുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഹയസ്റ്റ് എമൗണ്ട് പെർ പാസഞ്ചർ റേറ്റ് കോട്ട് ചെയ്തതുകൊണ്ടാണ് അത് അദാനിക്ക് കിട്ടിയത്. എനിക്ക് ഒരു ചോദ്യം ശ്രീജിത്തിനോട് ചോദിക്കാനുള്ളത്, ഒരുപക്ഷെ താങ്കൾ ഇതിന്റെ ആധികാരികത പറയുന്നുണ്ട്, ഇതൊരു സംശയം മാത്രമാണ്. പക്ഷേ താങ്കൾ പറയുമ്പോൾ അദാനിക്ക് കൊടുത്തു എന്നുള്ളതൊരു പ്രക്രിയയാണെന്ന് പറയുമ്പോൾ ഞാൻ നോക്കിയിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ബിഡുകളിലും എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞതിനോട് ശ്രീ ജിജി തോംസൺ യോജിക്കുന്നു എനിക്ക് ഉറപ്പുണ്ട്, ഒരു പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ആ രംഗത്തുള്ള മിഴിവ്, ആ മേഖലയിലുള്ള ഒരു പശ്ചാത്തലം, ഇതെപ്പോഴും എല്ലാ കാലഘട്ടത്തിലും ഏത് മേഖലയിലും ഒരു മാനദണ്ഡം ഉണ്ടാക്കും. ഇവിടെ എന്തുകൊണ്ട് അത്തരം ഒരു പരിഗണന കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നില്ല? അതൊരു വിവേചനമാണോ? അതാണ് എൻ്റെ ഒരു ന്യായമായ ഒരു ചോദ്യമാണ്. അത് വേറെ ഒരു ലോഡർ ക്വസ്റ്റ്യനേ അല്ല. ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രവൃത്തി പരിചയം എന്ന് പറയുന്നത് അദാനി അവിടെ വന്നിട്ട് ഒരു എയർപോർട്ട് അല്ല അവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതിന്റെ ഗവേണൻസ്, അതിന്റെ ഓപ്പറേഷൻസ്, അതിലുള്ള പ്രവൃത്തി പരിചയം മാത്രം അദ്ദേഹത്തിന് മതി. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയാണ്, അതൊരു ഇൻഡസ്ട്രിയാണ്, അതൊരു സെക്ടറാണ്, അതൊരു ഏവിയേഷൻ ഇൻഡസ്ട്രി അല്ല. അവിടുത്തെ ഓപ്പറേഷൻസ്, അതിന്റെ ഗവേണൻസ്, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ പോർട്ടുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അതല്ലാതെ ഒരു എയർപോർട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡർ ആയിരുന്നുവെങ്കിൽ അതിൽ ആ പ്രവൃത്തി പരിചയത്തിന് വലിയ പ്രാധാന്യം ഉണ്ടാകുമായിരുന്നു. പോർട്ട് എന്നുള്ള സാധനം ഒരു കോമൺ ആയിട്ടുള്ള സംശയമായിട്ടുണ്ടെന്നാണ് ശ്രീധർ. അല്ല, കാരണം അവിടെ ആ പോർട്ടുകളിൽ അല്ല നമ്മള് ഈ വാക്കുകളുടെ സാമ്യത എടുത്ത് ഉപയോഗിക്കരുത്. അല്ല ഒരു കാര്യം കൂടി അതിനകത്ത് പറഞ്ഞോട്ടെ. ഇവിടെ ശ്രീ വിജയകുമാർ പറഞ്ഞതിനോട് ചേർത്ത് നിർത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു ഇവിടെ മിലിറ്ററിക്ക് വളരെ ബേസ് ഉള്ള ഒരു, എയർഫോഴ്സിന് വളരെ ബേസ് ഉള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ്. ഇവിടെ ഗുവാഹട്ടി എയർപോർട്ടും നമ്മളിവിടെ പ്രൈവറ്റൈസ് ചെയ്യുന്നുണ്ട്. അത് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള എയർഫോഴ്സിൻ്റെ ബേസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എയർപോർട്ടാണ്. പാകിസ്ഥാനുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഇപ്പോൾ ഗുജറാത്തിലുള്ള അഹമ്മദാബാദ് ഉണ്ട്, അല്ലെങ്കിൽ രാജസ്ഥാനിലുള്ള ജയ്പൂരുണ്ട്. ഇതൊക്കെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളിലും വരുന്നുണ്ട്. പുതുമയില്ല. ഡൽഹി തന്നെ ഉണ്ട്. ഡൽഹി തന്നെ പ്രൈവറ്റൈസ്ഡ്, മുംബൈ പ്രൈവറ്റൈസ്ഡ്. വ്യക്തമായി നിങ്ങളുടെ പോയിന്റ് കൃത്യമായി. അജിത് കുമാർ, എയർപോർട്ട് അതോറിറ്റിയുടെ എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറിയാണ്. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇതിൽ ഒരുപക്ഷെ ചങ്കിടിപ്പോ അല്ലെങ്കിൽ സന്തോഷമോ ഏത് രൂപത്തിലെങ്കിലും പ്രത്യക്ഷത്തിൽ കാണേണ്ട ഒരു വ്യക്തി അദ്ദേഹമാണ്. അദ്ദേഹം ആ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ ബിഡ് പങ്കെടുത്ത് 168 രൂപ പെർ പാസഞ്ചർ ആൾറെഡി അനൗൺസ് ചെയ്തു കഴിഞ്ഞു. ഞാനൊരു സിമ്പിൾ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് എയർപോർട്ട് അതോറിറ്റി യൂസർ ഡെവലപ്മെന്റ് ഫീസ് ചാർജ് ചെയ്യുന്നുണ്ട്. 468 രൂപയാണ് പെർ പാസഞ്ചർ ചാർജ് ചെയ്യുന്നത്, ഡൊമസ്റ്റിക് പാസഞ്ചർ. ഈ 468 രൂപ അദാനി കളക്ട് ചെയ്യും. അതിൽ നിന്ന് 168 രൂപ എയർപോർട്ട്സ് അതോറിറ്റിക്ക് കൊടുക്കും. ബാക്കി 300 രൂപ അവർ ചാർജ് ചെയ്യും, അവർ പ്രോഫിറ്റായിട്ട് എടുക്കും.
അപ്പോൾ ഇന്ന് ഈ എയർപോർട്ട് പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ ഇതിന് ഒരേ ഒരു മാനദണ്ഡമേ ഉള്ളൂ. ഈ എയർപോർട്ടിൽ നിന്ന് ഒരു പാസഞ്ചറിന് 168 രൂപ എയർപോർട്ട്സ് അതോറിറ്റിക്ക് കൊടുക്കുക. 100% ഇക്വിറ്റി ഈ അദാനിക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അപ്പോൾ വസ്തുവിന് വേണ്ടിയിട്ട് പിന്നെ അജിത് കുമാർ, ഇത് എനിക്കൊന്ന് ഇതുവരെ ചർച്ചയിൽ വരാത്തൊരു പോയിന്റാണ്. താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ 468 രൂപ 468 രൂപ യൂസർ ഫ്രീ ആയിട്ട് ഞാൻ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടുന്ന് ആര് യാത്ര ചെയ്താലും നമ്മുടെ തലയിൽ വരികയാണ്. അതെ. ആ പണം ഇനി പ്രൈവറ്റൈസ് ചെയ്താലും ആ എമൗണ്ട് തുടരുമോ? തുടരും. കാരണം അതിന്റെ റൈറ്റ് ഇവർക്ക് ആൾറെഡി ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. അത് RFPയിലെ ഒരു ക്ലോസ് ആണ്. സുരേഷ്, ഇതൊരു തീവട്ടിക്കൊള്ളയല്ലേ എന്നൊരു പക്ഷേ ആരെങ്കിലും ചോദിച്ചുകൂടായില്ല. എന്താ കാരണം? 468 റുപ്യ ചാർജ് ചെയ്യുന്നു, അതിൽ 168 റുപ്യ സർക്കാർ കൊടുക്കുന്നു, ബാക്കി 300 രൂപ തന്റെ പോക്കറ്റിലേക്ക് വരുന്നു. രണ്ടാമത്തെ കാര്യം, നിലവിൽ തന്നെ തിരുവനന്തപുരം എയർപോർട്ട് വലിയ ലാഭത്തിൽ പോകുന്ന ഒരു എയർപോർട്ട്, ലാഭത്തിൽ നടക്കുന്ന ഒരു എയർപോർട്ടാണ്. മൂന്നാമത്തെ ഒരു കാര്യം, എനിക്കൊരു പക്ഷേ അതിനകത്തൊരു ഒരു നൈതികമായിട്ടൊരു വിഷയം എനിക്കുണ്ടെന്ന് തോന്നുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിനാണ് ഇതിന്റെ ഗുണം കിട്ടുന്നത്. അത് എനിക്ക് എന്നോട് ശ്രീ ജിജി തോംസൺ യോജിക്കും. സംസ്ഥാനം നൽകിയ ഭൂമി സംസ്ഥാനത്തിൻ്റെതായ പരിഗണനയിൽ വളർന്ന ശേഷം പിന്നീട് കേന്ദ്രം വിറ്റ് കേന്ദ്രത്തിന്റെ മാത്രം മുതൽക്കൂട്ടിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിന് നൈതിക പ്രശ്നമുണ്ടോ? സംസ്ഥാന സർക്കാരിനും ബജറ്റ് കമ്മിയും പ്രതിസന്ധികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ന്യായമായി സംസ്ഥാന ഗവൺമെന്റിന് കൊടുത്തുകൂടാ? ഒരു ചോദ്യമാണ്. സംസ്ഥാന ഗവൺമെന്റ് ഉന്നയിക്കുന്നതിൽ ഒരു അധാർമികത ഉണ്ടെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റാത്ത ഒരു പ്രസക്തമായ ഒരു പോയിന്റ് അതല്ലേ? അല്ല, ഇതിനകത്ത് നമ്മളൊരു PPP മോഡലാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. പിന്നെ ഇവിടെ പറഞ്ഞു 168 രൂപ നോക്കൂ, ഒരു ടെൻഡർ പ്രോസസ് നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഓഫർ ചെയ്തത് ഈ പറഞ്ഞ ഗ്രൂപ്പാണ്. ഇപ്പൊ കേരള ഗവൺമെന്റിന് വേണ്ടിയിട്ട് KSIDC ടെൻഡർ ചെയ്തു. KSIDC അത്ര ഓഫർ ചെയ്തില്ലല്ലോ. അപ്പൊ 465 രൂപ കിട്ടി KSIDCക്കാണ് കൊടുക്കുന്നെങ്കിൽ ഇതിലും കുറച്ച് രൂപയിലേ ഗവൺമെന്റിന് കിട്ടുള്ളൂ. അപ്പൊ ടെൻഡർ പ്രോസസ്സ് സുതാര്യമായ രീതിയിലാണ് നടന്നത് എങ്കിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ആളിന് വേണം കൊടുക്കാൻ. അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞു ഇത് പിന്നെ കോടതി പിന്നെ ഇത് സ്റ്റേ ചെയ്തു. ഇല്ല, സ്റ്റേ ചെയ്തിട്ടില്ല. ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ സബ്ജക്ട് ടു ഫൈനൽ ഔട്ട് വിൽ എന്നാ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് തന്നെ നമ്മൾ ഓർക്കേണ്ടുന്ന സർ ഒരു കാര്യമുള്ളത്, നമ്മളിപ്പോ ഒരു ടെൻഡർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം. ഇത് ടെൻഡർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കിട്ടാതെ വരുമ്പോൾ അത് കുഴപ്പമുണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അത് ശരിയായ കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കും എന്ന് പറഞ്ഞത് സാധാരണഗതിയിൽ, കാരണം നമുക്ക് അതിനെല്ലാം അവസരങ്ങളുണ്ട് ടെൻഡർ പ്രോസസ്സിനകത്ത്. അപ്പൊ നമ്മൾ അവസരം ഉള്ളപ്പോഴും നമ്മൾ അത് ചൂണ്ടിക്കാണിക്കണം. അതിനുള്ള അവസരം ആ ടെൻഡർ പ്രോസസ്സിൽ പറയുന്നുണ്ടാവും. എന്തെങ്കിലും ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയണം, അതിന് ഫയൽ ചെയ്യണം. അതൊന്നും ചെയ്യാതെ ടെൻഡറെല്ലാം കഴിഞ്ഞതിന് ശേഷം പരാതി കോടതി കൊടുക്കുന്നതിനകത്ത് ന്യായമില്ല. ഇതാണ് ശ്രീ അജിത് കുമാർ പറഞ്ഞത്. വളരെ നല്ലൊരു അഭിപ്രായമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അതായത് രണ്ട് കാര്യം എനിക്ക് പറയാനുണ്ട്. മൂന്ന്, എപ്പോഴും സുരേഷിന് മൂന്നാമതായിരുന്നു. ഒന്ന്, തിരുവനന്തപുരം രക്ഷപ്പെടട്ടെ. കാരണം ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ട് ആർക്കും വേണ്ടാത്തൊരു എയർപോർട്ടായിട്ട് മാറി. ഇപ്പോൾ മുഴുവൻ കൊച്ചി എയർപോർട്ടിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്തുകാർ പോലും കൊച്ചിയിൽ പോയിട്ട് ഏകദേശം, കാരണം വിദേശത്തേക്ക് പോകണമെങ്കിൽ 4000-3000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് പോകുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ ഡൊമസ്റ്റിക് യൂസർ ഫീയെ സംബന്ധിച്ചാണ് ശ്രീ അജിത്ത് സൂചിപ്പിച്ചത്. ഇന്റർനാഷണൽ യൂസർ ഫീ എന്ന് പറയുന്നത് 1300 1160 അത് അദ്ദേഹം മനഃപൂർവ്വം പറഞ്ഞിട്ടില്ല. എത്ര ആയിക്കോട്ടെ, എന്തായാലും അതും അനുകൂലമല്ലേ? അതെ, ആണ്. അപ്പോ ഈ തിരുവനന്തപുരം എയർപോർട്ട് എന്ന് പറയുന്നത് കൊച്ചിയുടെ ഒരു ഫീഡർ എയർപോർട്ടായിട്ട് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കണ്ണൂരിനോട് താല്പര്യമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അടുത്ത് ഇവിടെ നിന്നുള്ള പല ഓപ്പറേഷൻസും കണ്ണൂരിലേക്ക് മാറ്റാനുള്ള ഗൂഢാലോചന നടക്കും. അപ്പോ തിരുവനന്തപുരം എയർപോർട്ട് രക്ഷപ്പെടണം. ഞാൻ പറഞ്ഞു തീർത്തോട്ടെ, ചില കാര്യങ്ങൾ പച്ചയ്ക്ക് പറയണമല്ലോ. വേറൊന്ന്, തിരുവനന്തപുരം എയർപോർട്ടിന്റെ ടെർമിനൽ ഏരിയ എന്ന് പറയുന്നത് 4.5 ലക്ഷം മാത്രമേ ഉള്ളൂ. അതേസമയത്ത് കൊച്ചിൻ എയർപോർട്ടിന്റെ ടെർമിനൽ ഏരിയ 21 ലക്ഷമാണ്. കണ്ണൂർ എയർപോർട്ടിന്റെ ടെർമിനൽ ഏരിയ 10 ലക്ഷമാണ്. അത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. തിരുവനന്തപുരം എയർപോർട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ സ്ഥലം എടുക്കുന്നില്ല. ഇടതുപക്ഷവും വലതുപക്ഷവും അധികാരത്തിലിരുന്നപ്പോഴും 600 കോടി രൂപ എയർപോർട്ടിൻ്റെ കയ്യിലുണ്ടായിട്ടും സ്ഥലം എടുത്തു കൊടുത്ത് ഇന്റർനാഷണൽ എയർപോർട്ടായിട്ട് വികസിപ്പിക്കാനുള്ള ഒരു പണി ഈ രണ്ട് സർക്കാരും ചെയ്തിട്ടില്ല.
ഈ അധോഗതി ബാധിച്ചു കിടക്കുന്നു. ഒന്നുകൂടെ പറയട്ടെ, അപ്പൊ എടുക്കാൻ പോകുമ്പോൾ അവിടുത്തെ കൊടി ഉയർന്നതിൽ BJP-യുടെ കൊടിയുണ്ട്. അല്ല, അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അഭിപ്രായം ഉണ്ടായിരുന്നു. ഇത് ഞാൻ ചോദിച്ചു മനസ്സിലാവുന്നില്ല. അതാ സുരേഷിന്റെ വിമാനത്താവളം സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് സുരേഷിന്റെ ഇതെന്താ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്? അല്ലല്ല, ഞാൻ പറയാലോ, വിമാനത്താവളം ഒരു വശത്ത് സംരക്ഷിക്കണം, ഒരു വശത്ത് അദാനിക്ക് കൊടുക്കണം. ഞാൻ പറയാലോ, 3 കാര്യമല്ല 40 കാര്യം സുരേഷ് പറയും. ഇത് ഞാൻ പറയാം. ഇത് സുരേഷ് ഇത് വ്യക്തമാക്കുക. അല്ല, സുരേഷ് മെഴ്സിയറെ പോലെ വേറെ നിലപാടാണോ പറയുന്നത്? ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അവിടെ ഈ തിരുവനന്തപുരം എയർപോർട്ടിൽ ഒരു കൂട്ടർ സമരം ചെയ്തത് നരേന്ദ്രമോദി സർക്കാരിനെതിരെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് സമരം ചെയ്ത സമയത്ത് അവിടുത്തെ BMS 2 കാര്യങ്ങളും, അതായത് അദാനി എന്ന് പറയുന്ന മുതലാളി വേണോ, യൂസഫ് അലിക്ക് പ്രാമുഖ്യം നൽകുന്ന മുതലാളി വരണോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൺഫ്യൂഷൻ ഉണ്ടായ സമയത്ത് നിലനിർത്താൻ പറ്റുമെങ്കിൽ ദേശീയതല ഒരു ഇന്ത്യയുടെ രാജ്യത്തിന്റെ ഭാഗമായിട്ട് പൊതുസ്വത്തായിട്ട് നിലനിർത്തുക, ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് സുതാര്യമായിട്ടുള്ള നിലപാടുകളിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ള നിലപാട് BMS ഉയർത്തിപ്പിടിച്ചു. അത് ഞാൻ ഉദ്ഘാടനം ചെയ്തു. ഇനി വേറൊന്ന് നമ്മൾ വിമാനത്താവളം ദേശീയ നിലവാരത്തിൽ നിലനിർത്താൻ സുരേഷ് എന്തെങ്കിലും അല്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറയുന്നത് അദാനിയുടെ കൊടുത്തിട്ടില്ല, കമ്മ്യൂണിക്കേഷൻ അദാനിയുടെ കൊടുത്തിട്ടില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ഉത്കണ്ഠ വേണ്ട. ഇനി മറ്റൊന്ന്, 2006 ബോംബെ ഡൽഹി, ഞാൻ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ, താങ്കൾ വളരെ വികാര വിക്ഷുബ്ധനായിട്ട് ബഹളം ഉണ്ടാക്കിയില്ലല്ലോ. 2006 ഡൽഹി എയർപോർട്ടും മുംബൈ എയർപോർട്ടും പ്രൈവറ്റൈസ് ചെയ്യുന്ന സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ചേർന്നുള്ള UPA-യുടെ 1ാം ഘട്ടത്തിലാണ്. ഇവർ ഒരുമിച്ചിരുന്നാണ് ഇത് ചെയ്തത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിനോടുള്ള സമീപനം എന്തായിരുന്നു സുരേഷ്? BJP ഒരിക്കലും പ്രൈവറ്റൈസേഷൻ എതിരല്ല. കാരണം ഞങ്ങളുടെ പോളിസി എന്താണ്? ശ്രീ ബ്രിട്ടാസ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ പോളിസി ശ്രീ ജിജി തോംസൺ ഇങ്ങനെ എന്നോട് ചോദിക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിക്കുകയാണ് കണ്ടുകൊണ്ട്. അതായത് അപ്പോൾ സുരേഷ് അന്ന് GMR-ന് കൊടുക്കുന്ന സമയത്ത് BJP നടത്തിയ പ്രസ്താവനകൾ എന്റെ മനസ്സിൽ സ്പെസിഫിക് ചോദ്യമാണല്ലോ. അജിത്തിന്റെ ചോദ്യം പറയുന്നത് 468 യൂസേഴ്സ് ഫീ വാങ്ങുന്നുണ്ട്, മറ്റത് 1000 രൂപയോളം യൂസേഴ്സ് ഫീ വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് അദാനി ബുദ്ധിപൂർവ്വം 168 രൂപ ബിഡ് ചെയ്തിട്ട് ഒപ്പിച്ചോണ്ട് പോയി. ഇതറിയാന്നുള്ള സംസ്ഥാന സർക്കാരിന് 200 രൂപ ബിഡ് ചെയ്തുകൂടായിരുന്നു, അത്രയും കിട്ടൂലായിരുന്നു. ബാക്കി അത്രയും കിട്ടില്ല. ഇത് സംസ്ഥാന സർക്കാരിന് അറിയില്ലായിരുന്നോ? ജേക്കബ് ജോർജ്, വളരെ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന അഭിപ്രായങ്ങൾ തമ്മിലുള്ള വലിയൊരു സംഘർഷം പൂഞ്ച് രജൂരി മേഖലയിൽ നടക്കുന്നത് പോലെ നടക്കുകയാണ്. ജേക്കബ് ജോർജ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല അവിടെ നിൽക്കണമെന്നുള്ളത്. ഞാൻ ബ്രിട്ടാസ് പറഞ്ഞ പാസഞ്ചർ ഡ്രിവൺ ആണെന്ന് നേരത്തെ സുരേഷിനോട് പറഞ്ഞു. പക്ഷെ എനിക്ക് ഒരു അഭിപ്രായത്തിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റ്, അതായത് കൊച്ചി വിമാനത്താവളം ഒരു കുഞ്ഞു വിമാനത്താവളമായിരുന്നു, നമുക്കറിയാം. എയർഫോഴ്സിന്റെ കയ്യിലുള്ള ചെറിയ വിമാനത്താവളം. പുതിയ വിമാനത്താവളം വന്നപ്പോഴത്തേക്ക് എന്ത് പെട്ടെന്ന് അത് വളർന്നത്? അതിവേഗമല്ലായിരുന്നു വളർച്ച. അതുകൊണ്ട് ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും യാത്രക്കാർ അങ്ങോട്ടേക്ക് വരും, സംശയമൊന്നുമില്ല. അത് പാസഞ്ചർ ഡ്രിവൺ അല്ല, അത് എയർപോർട്ട് ഡ്രിവൺ ആണ്, ഡെവലപ്മെന്റ് ഡ്രിവൺ ആണ് അവിടുത്തെ എയർപോർട്ടിന്റെ വികസനം. വ്യക്തമായി. പക്ഷേ ഈ ഡെവലപ്മെന്റിന് വേണ്ടി എന്താണ് നല്ലതെന്നുള്ളതാണ് ചോദ്യം. അതാണ് ശ്രീ ജിജി തോംസൺ ചോദിച്ചത്. അത് അദാനി ഒരു ഉത്തരമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ഉത്തരവല്ല ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഡെവലപ്മെന്റ് ഡ്രിവൺ എന്ന് പറയുമ്പോഴേ ഈ ടെൻഡറിന്റെ ഫാഗ് എൻഡിൽ ഇവിടെ നിന്ന് 2-3 വിമാനങ്ങളെ ഇവിടുന്ന് മാറ്റിച്ചു കളഞ്ഞു. ആരാ എടുത്ത തീരുമാനം എടുത്തത്? ഈ പറയുന്ന കേന്ദ്ര സർക്കാരല്ലേ. അപ്പോ ഇത് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കൂടുതൽ വിമാനങ്ങൾ കൊണ്ടുവരിക, കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കേണ്ട ഘട്ടത്തിൽ പോലും ഇതിന് പാരവയ്ക്കുന്ന നടപടിയാണ് സ്വീകരിച്ചത്. അതെന്തിനാണ്? ഇവിടെ ആളില്ല, ഇവിടെ വിമാനങ്ങളില്ല, ദിസ് ഇസ് നോട്ട് ഇക്കണോമിക്കലി ഫീസിബിൾ എന്നുള്ളൊരു മെസ്സേജ് ലോകം മുഴുവൻ കൊടുക്കുക. ഈ ഗവൺമെന്റുകൾ നിശ്ചയിതാക്കളുടെ സമീപനമാണ്. കണ്ണൂരിനും കൊച്ചിക്കും വേണ്ടിയുള്ള ലോബിയാണ് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ വിഷയം. ഈ കണ്ണൂരിന്റെയും കൊച്ചിയുടെയും കീഴിലാണോ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ? ടെർമിനൽ ഏരിയ മാത്രമുള്ള അതിനുവേണ്ടി നിങ്ങൾ ആരും സമരം ചെയ്തില്ലല്ലോ. അതിനുവേണ്ടി ശ്രീ M. വിജയകുമാർ സമരം ചെയ്തില്ലല്ലോ. അതിനുവേണ്ടി കോൺഗ്രസ് സമരം ചെയ്യുന്നില്ലല്ലോ. അവിടുത്തെ ജനങ്ങൾക്കും ഈ തിരുവനന്തപുരത്തുകാർക്ക് ഗുണം ചെയ്യേണ്ട തിരുവനന്തപുരത്തെ വികസനം വേണമെന്നുണ്ടെങ്കിൽ വിഴിഞ്ഞ തുറമുഖത്തിന്റെ പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരത്തെ വിമാനത്താവളത്തെ കാണേണ്ടത്. ധൈര്യമുണ്ടോ അദാനിക്ക് രണ്ടാമത്തെ ഒരു വിമാനത്താവളം, ഒരു ഗ്രീൻഫീൽഡ് ബ്രൗൺഫീൽഡ് ഡെവലപ്പ് ചെയ്യാൻ? കേന്ദ്ര സർക്കാർ അങ്ങനെയാണ് ഒരു ചലഞ്ച് കൊടുക്കേണ്ടിയിരുന്നത്. ഇവിടെ എന്റെ അപ്പൂപ്പന്റെ മണ്ണാണ്, ഞാൻ കളിച്ചു വളർന്ന മണ്ണാണ് ഈ എയർപോർട്ടിന് കൊടുത്തത്. ഞാൻ കളിച്ചു വളർന്ന മണ്ണ്, എന്റെ ബന്ധുക്കളുടെ മണ്ണാണ് ഇന്ന് എയർപോർട്ടിൽ ഇരിക്കുന്ന ഡൊമസ്റ്റിക് ടെർമിനൽ. ഇത് അദാനിക്ക് കൊടുക്കാൻ വേണ്ടിയല്ല കൊടുത്തത്, ഈ രാജ്യത്തിന് വേണ്ടിയാണ് കൊടുത്തത്.
അപ്പൊ ആ എടുത്ത ആളുകളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പെർമിഷൻ ഉണ്ടോ ഇത് കൊടുക്കാൻ? അവരുടെ തറവാട് കൊടുത്ത ഭൂമിയാണ്, അതെടുത്ത് ഒരാൾക്ക് പട്ടയത്തിന് കൊടുക്കാൻ പറ്റും. എന്താ നിങ്ങൾ സിയാൽ മോഡൽ കൊടുക്കാത്തത്? നിങ്ങൾ കേരള ഗവൺമെന്റ് ചോദിച്ചല്ലോ, കേരള ഗവൺമെന്റിന് കൊടുക്കണം. ഇതൊരു ഗവൺമെന്റ് അല്ലേ? ഇത് ജനങ്ങളുടെ പ്രതിനിധികളല്ലേ കേരളം ഭരിക്കുന്നത്? അവർ ചോദിച്ചല്ലോ ഞങ്ങൾ നടത്തിക്കൊള്ളാന്ന്. നിങ്ങൾ ബാക്കി 5 എണ്ണം വിറ്റോ, അല്ലെങ്കിൽ അതുപോലുള്ള ഗവൺമെന്റുകൾ ചോദിച്ചെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കുക. ഒരു ഗവൺമെന്റും ചോദിച്ചില്ല, കേരള ഗവൺമെന്റ് ചോദിച്ചു. നിങ്ങൾ എന്താ കൊടുക്കാത്തത്? നിങ്ങളെ പോലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റാണ് കേരളം. ഇത് ജനങ്ങളുടെ മണ്ണാണ്, ജനങ്ങളുടെ സ്വത്താണ്. ഇത് ഒരാൾക്ക് കൊടുക്കേണ്ടതല്ല. ഞങ്ങൾക്ക് അദാനിയോടൊന്നും എതിർപ്പില്ല. അദാനി വിഴിഞ്ഞം തുറമുഖം ഡെവലപ്പ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ എയർപോർട്ട് ഡെവലപ്പ് ചെയ്യേണ്ട അത്യാവശ്യമാണ് ഘട്ടം. തിരുവനന്തപുരത്ത് അത്രയധികം ട്രാഫിക് വരാൻ പോവുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് രണ്ടാമത്തെ വിമാനത്താവളത്തിന് അദാനി ക്ഷണിക്കുക. അദ്ദേഹം ഡെവലപ്പ് ചെയ്യട്ടെ, അദ്ദേഹം ഭൂമി എടുക്കട്ടെ, അദ്ദേഹം റൺവേ ഇടട്ടെ, എല്ലാ സൗകര്യങ്ങളും കൊണ്ടുവരട്ടെ. ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾ ആരും പ്രൈവറ്റൈസേഷന് എതിരുമല്ല, പ്രൈവറ്റ് മുതലാളിമാർക്കും എതിരല്ല. പക്ഷെ ഇത്രയും കണ്ണായ ഭൂമി സിറ്റിക്ക് നടുവിൽ ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അതെന്തിനാണ് എടുത്തു കൊടുക്കുന്നത്? അത് മാത്രമേ ചോദ്യമുള്ളൂ. അദ്ദേഹത്തെ നിങ്ങൾ കൊണ്ടുവരിക. ഒരു എയർപോർട്ടിന്റെ ഓപ്പറേഷൻസ് ഏൽപ്പിക്കുമ്പോൾ, മെയിന്റനൻസ് ഏൽപ്പിക്കുമ്പോൾ, ഡെവലപ്മെന്റ് ഏൽപ്പിക്കുമ്പോൾ അദാനിക്ക് എന്താ പട്ടം എഴുതി കൊടുത്താൽ? നിങ്ങൾ പറയുന്നത് മൂന്നാമതൊരു എയർപോർട്ടും കൂടെ വന്നോട്ടെന്ന് പറയുന്നത് ഇവിടെ സ്ഥലം കിടക്കണം. തിരുവനന്തപുരത്ത് എയർപോർട്ട് ഉണ്ടാക്കിയ ഒരു സ്ഥലമുണ്ടോ? സുരേഷ് ജീവിച്ചിരിപ്പുണ്ടാവോ? വിഴിഞ്ഞ തുറമുഖത്തിന്റെ ഒരിക്കൽ കൊടുത്താൽ അത് എന്നേക്കുമായിട്ട് പോയി. അതിനൊന്നും സംശയമില്ല. അത് പിന്നെ ബേലിയാസ് പറയുന്നത് സുരേഷിനും അറിയാം, എനിക്ക് പട്ടയം കൊടുത്തു എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ഇത് 100% ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇവിടെ ആദ്യം പ്രൈവറ്റൈസ് ചെയ്ത ഡൽഹി ഉണ്ടല്ലോ, അവിടെ ഈ 26% ഷെയർ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഡൽഹി ബോംബെ ഒക്കെ വേറൊരു സ്കീമിലാണ്. ഇത് 100% സ്വകാര്യവൽക്കരണമാണ്. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഡൽഹി ബോംബെ പൂർണ്ണമായും ഒരു PPP മോഡലായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ 6 പുതിയ എയർപോർട്ടുകൾ, പുതിയ ഇപ്പോൾ ബിൽഡിങ്ങിന് വന്നത്, അത് പൂർണ്ണമായും PPP ആണോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം അതിൻ്റെ മുഴുവൻ ഡോക്യുമെൻറ്റ്സും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള വെച്ചാൽ ഈ പ്രൈവറ്റൈസേഷന് എതിരല്ല എന്ന് പറയുമ്പോഴും അതിൻ്റെ അർത്ഥം പൂർണ്ണമായും എടുത്തങ്ങ് എല്ലാ നിബന്ധനകളും കാറ്റിൽ പുറത്തേക്ക് കൊണ്ടെടുത്ത് സ്വകാര്യ മുതലാളിമാർക്ക് കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് തീർച്ചയായും ഈ പറഞ്ഞ പോലുള്ള പിന്നെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള ആ PPP മോഡലിൽ സർക്കാരിൻ്റെ ഷെയർ സർക്കാരിൻ്റെ കയ്യിൽ തന്നെ നിലനിർത്തിക്കൊണ്ടും ഉള്ള ഒരു പ്രൈവറ്റൈസേഷൻ ആയിരിക്കണം. അല്ലാതെ 100% ഒരു ഫ്രീ ഹോൾഡ് കൊടുക്കുക എന്നല്ല. ഞാൻ ഊഹിച്ച പോലെ തന്നെ ചെറിയൊരു മാറ്റം വന്നു. ഒരു മാറ്റമില്ല. ഞാൻ പറഞ്ഞില്ല ബേസിക് എന്താ മാറ്റം? അല്ല ബേസിക്കലി താങ്കൾക്ക് മാറ്റമുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ താങ്കളോട് പറയാം. പറഞ്ഞോളൂ. ഒന്ന്, ലോകത്തെങ്ങുമാനം ഉള്ള എയർപോർട്ടുകൾ നന്നാകുന്നത് സ്വകാര്യവൽക്കരണത്തിലൂടെയാണ്. സ്വകാര്യവൽക്കരണ എയർപോർട്ടുകളെ വികസിപ്പിക്കും എന്നുള്ള സിദ്ധാന്തം ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിന്റെ 5% അപ്പുറത്ത് ഇപ്പുറത്ത് 10% അതൊരു ഒരു അക്കൗണ്ടന്റിന്റെ സ്വഭാവമല്ല. അത് പറഞ്ഞ് തെറ്റിപ്പിക്കലാണ്. അല്ല, ഞാൻ തെറ്റിദ്ധരിച്ചു. അല്ല, ഇൻ പ്രിൻസിപ്പിൾ വെദർ പ്രൈവറ്റൈസേഷൻ ഈസ് അലൗബിൾ ഓർ നോട്ട് എന്നതാണ് ഒരു പ്രശ്നം. ഇൻ പ്രിൻസിപ്പിൾ യെസ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അതിന്റെ വ്യവസ്ഥകളും പൂർണ്ണമായും അത് ജനങ്ങൾക്ക് സ്വീകാര്യമായിരിക്കണം. അല്ല, ഞാൻ മെഷീറൊരു കാര്യം പറയട്ടെ. തിരുവനന്തപുരം എയർപോർട്ട് ഇന്നത്തെ ബിഡ് പ്രകാരം അഡാനിക്ക് സ്വന്തമാണ്. ഇപ്പൊ രണ്ടാമത്തെ കാര്യം 5% അവിടെ, മറ്റു 10%, അതൊന്നും ഇമ്മെറ്റീരിയലാണ്. അത് ജിജി തോമസ് അറിയാലോ. അതിനകത്ത് നമ്മൾ അതിനെക്കുറിച്ച് ഒരു ജഗ്ലറി നടത്തിയിട്ട് കാര്യമില്ല. ഈ പാസഞ്ചർ ഡ്രിവൺ ആണെന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ കൊച്ചിയിലെ ഡെവലപ്മെന്റ്. ആ പാസഞ്ചർ ഡ്രിവൺ എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ പാസഞ്ചർ ഡ്രിവൺ ആയിരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ എപ്പോഴും ബാഹ്യമായ ഇടപെടലുകളാണ്. ഒരു വിദേശ എയർലൈനെ പെർമിറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇപ്പം കണ്ണൂർ എയർപോർട്ട്, ഇപ്പം സുരേഷ് വളരെ വാചാലനായ ഒരു എയർപോർട്ടാണ്, എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. കണ്ണൂർ എയർപോർട്ടിലേക്ക് ഒരു വിദേശ എയർലൈന് ഇതുവരെ പെർമിഷൻ കൊടുത്തിട്ടില്ല. കേരളക്കാരും മലയാളികളുടെ പണം കൊണ്ട് ഉണ്ടാക്കിയ ഒരു എയർപോർട്ട് നന്നാകണമെങ്കിൽ വിദേശ എയർലൈൻസ് കൂടി വരണം. അപ്പോൾ ആരാണ് ആ എയർപോർട്ടിനെ തകർക്കുന്നത്? ആ ചോദ്യം പ്രസക്തമാണ്. അല്ല, ഇവിടെ ഈ ലെയ്ഡ് ഡൗൺ ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയക്ക് അനുസൃതമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് ഇവിടെ ഉണ്ട്. ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതി. അപ്പൊ അതൊന്നും അതിനുള്ളൊരു അതിനൊന്നും ഉത്തരവല്ല. ഞാൻ പറഞ്ഞ വെച്ചാല് ഇപ്പൊ ട്രിവാൻഡ്രത്ത് നിന്ന് സിംഗപ്പൂരിൽ പോകണമെങ്കിൽ ഞാൻ ഉദാഹരണം പറയാം, 15,000 രൂപയ്ക്ക് ഒരു ഫ്ലൈറ്റ് കിട്ടുമെങ്കിൽ ആ സെയിം റൂട്ടിൽ നിങ്ങൾക്ക് 5,000-6,000 രൂപ കുറച്ച് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് കിട്ടും. അപ്പൊ അതിന് ഉത്തരവാദി ആരാ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളല്ല. അതിന് ആ റേറ്റ് എന്ന് പറയുന്നത് അയാറ്റ നിശ്ചയിച്ചിട്ടുള്ള റേറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എയർലൈൻസുകളുടെ കോമ്പറ്റീഷൻ വഴി കുറയ്ക്കുന്ന റേറ്റാണ്.
അപ്പോൾ എന്തുകൊണ്ട് കൊച്ചിയിൽ അത് കുറയ്ക്കാൻ തയ്യാറാവുന്നു, ട്രിവാൻഡ്രത്ത് കുറയ്ക്കാൻ തയ്യാറാവുന്നില്ല? അതിന് സുരേഷ് അമ്മനോട് പറയേണ്ടത്. ഈ വിമാന കമ്പനികൾക്കെല്ലാം പെർമിഷൻ നൽകേണ്ടത് സെൻട്രൽ ഗവൺമെന്റ്. ജിജി തോമസ് താങ്കൾ അല്ല, അത് മാത്രമല്ല, അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ബെറ്റർ ആണ്. അവിടെ പാസഞ്ചർ വ്യൂവിലും ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയാലും അതല്ല എയർ ഒരു ഒരു സെക്കൻഡ് ഞാൻ താങ്കൾ അറിവിലേക്ക് പറയട്ടെ. അതായത് ഇപ്പം സുരേഷ് നമ്മുടെ മിത്രമാണ്, ശ്രീ എം വിജയകുമാർ നമ്മുടെ മിത്രമാണ്. ഇവരൊക്കെ ഇടയിൽ ഒരു അന്തർധാര ഉണ്ട്. എന്താ കാരണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഇവർ രണ്ടുപേരും ചില കാര്യങ്ങളിൽ ഇക്കാര്യത്തിൽ യോജിക്കുന്നുണ്ടാവും. ഇവിടെ വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കുന്നെങ്കിൽ പോലും സുരേഷിന്റെ മെഡില്ല ഒബ്ലാങ്കട്ടയിൽ BMS-ന്റെ ഒരു പതാക അവിടെ പാറിക്കളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഇന്നത്തെ സിറ്റുവേഷനിൽ ഒരു എയർപോർട്ടിന്റെ അതിജീവനം, വളർച്ച പരിപൂർണമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ വിമാന കമ്പനികൾക്ക് പെർമിഷൻ നൽകുന്നതിനാണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് 5 വിമാന കമ്പനികൾ ഇൻക്ലൂഡിങ് സൗദി എയർവേസ് കഴിഞ്ഞ ഒരു 2 മാസത്തിനുള്ളിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് പിൻവാങ്ങി. ആളില്ലാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ട് പിൻവാങ്ങി? അല്ല, ആളില്ലാത്തതുകൊണ്ടല്ല അവർ വിട്ടുമാറിയത്. അവർ പറയുന്നു ഞങ്ങളിത് റൺ ചെയ്തു കൊള്ളാം, ഇവിടെ ട്രിവാൻഡ്രത്ത് പോകാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ ഫ്ലൈറ്റ് കാലിക്കട്ടി ഞങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞതാണ്. അവർ ഫുള്ളായിട്ട് പോകുന്ന ഫ്ലൈറ്റാണ് ഈ സൗദി എയർലൈൻസും ഫ്ലൈ ദുബൈയും. പക്ഷേ ഇവിടെ ഒരു ലോബി, മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ അവിടെ ഒരു ലോബി വർക്ക് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഏത് എയർലൈൻ ഇന്ത്യൻ പർട്ടിക്കുലർ എയർപോർട്ടിലേക്ക് വന്നാലും അത് പ്രൈവറ്റ് എയർപോർട്ടിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടുന്ന ഒരു സമീപനമാണ് നടക്കുന്നത്. അത് വളരെ ഒബ്വിയസ് ആണ്. അതെനിക്കൊന്ന് അതിന്റെ ഇക്കുമത്തുകൾ അറിയാവുന്ന ആളാണ് ശ്രീ ജിജി തോമസൺ. എന്താ വെച്ചാൽ എങ്ങനെയാണ് പ്രൈവറ്റ് എയർപോർട്ടുകൾ ലോബി ചെയ്യുന്നത്? അല്ല, താങ്കൾക്ക് മനസ്സിലാവില്ല. പ്രൈവറ്റിന്റെ പല രൂപങ്ങളും രീതികളും ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, വിമാന കമ്പനികൾക്ക് പെർമിഷൻ കൊടുക്കുന്നതിലുള്ള നിലപാടുകൾ. പണ്ട് പ്രഫുൽ പട്ടേൽ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ വാരിക്കോരി കൊടുത്തുവെന്നും അതിൽ അഴിമതിയുണ്ടെന്നും അതുകൊണ്ട് ഇത് റിലേറ്റ് ചെയ്യണമെന്നും എന്നാൽ നിശ്ചിത എയർപോർട്ടുകളിലേക്ക് വേണമെങ്കിൽ കൊടുക്കാമെന്നും എന്തുകൊണ്ട് ഞങ്ങളുടെ എയർപോർട്ടിലേക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നായിഡു വഴക്കുണ്ടാക്കുന്നു. ഇതൊക്കെ രാഷ്ട്രീയം കൂടി ചേർന്നതാണെന്നുള്ളൊരു സംശയം പൊതുവെ വരുന്നുണ്ട്. ജേക്കബ് ജോർജ്, താങ്കൾ പൂർത്തീകരിക്കും. താങ്കൾ അല്ല, ഈ എയർപോർട്ട് തമ്മിലുള്ള കോമ്പറ്റീഷനെ ഇപ്പം ഈ കോഴഞ്ചേരി തിരുവല്ല ഭാഗം കൊച്ചിക്കും തിരുവനന്തപുരത്തിനും ഏറെക്കുറെ മധ്യഭാഗത്താണ്. ആ ഭാഗത്തൊക്കെ ഞാനൊഴികെ എല്ലാവരും ഗൾഫിലും അമേരിക്കയിലും സിംഗപ്പൂരിലും ഒക്കെയാണ്. ഞാൻ ഒഴിയെന്ന് പറഞ്ഞാൽ ജേക്കബ് ജോർജിനെ പലപ്പോഴും ദുബായിലും അവിടെയൊക്കെ കാണാലോ. ശരിയാ, ഞാൻ പോയിട്ട് അടുത്ത വിമാനത്തിൽ തിരിച്ചു വരും. പോകുന്നുണ്ടല്ലോ. ഇന്ന് പോയിട്ട് അടുത്ത വിമാനം തിരിച്ചു വരുന്ന ആളെന്ന് പറഞ്ഞാൽ അത്രയോളം ഫ്രീക്വന്റ് ആയി യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. സാധാരണക്കാരൻ പോയ ഒരു 3-4 ദിവസം താമസിച്ചേ വരുള്ളൂ. പറഞ്ഞോളൂ. അല്ല, അത്രയ്ക്ക് തിരുവനന്തപുരത്തേക്ക് വരുന്ന അവർക്ക് സൗകര്യമാണെങ്കിൽ പോലും കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോകാനും മലേഷ്യയിലേക്ക് പോകാനും ഒക്കെ കാശ് കുറവാണ്. വിമാനങ്ങൾ അധികമുണ്ട്. ഡൽഹിക്ക് പോകാനും വിമാനങ്ങൾ അധികമുണ്ട്. ബോംബെ, തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾക്ക് ബോംബെയിൽ പോയിട്ട് അന്ന് തിരിച്ചു വരാൻ പറ്റില്ല. ഒരാളെ കണ്ട് സംസാരിക്കണം, വൈകിട്ടെങ്കിൽ തിരിച്ചു വരണം എന്ന് വിചാരിച്ചാൽ പറ്റില്ല. പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് പറ്റും, കൊച്ചിയിൽ നിന്ന് പറ്റും. എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് പറ്റുന്നില്ല? അപ്പോൾ തിരുവനന്തപുരത്തിനോട് വലിയൊരു അവഗണന ഔദ്യോഗിക തലത്തിൽ, സർക്കാർ തലത്തിൽ നടത്തുന്നുണ്ട്. അതിനുത്തരം പ്രൈവറ്റൈസേഷൻ ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അത് അദാനി വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സംസ്ഥാന സർക്കാർ സർവ്വസന്നാഹവുമായി അതിൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൻ്റെ പിൻബലവുമായി, പണത്തിൻ്റെ പിൻബലവുമായി, മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിൽ പണക്കാരുണ്ടല്ലോ, അവരൊക്കെ തരും, കാശ് തരും, ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നേരെ കേന്ദ്ര സർക്കാർ കണ്ണടച്ചത് ശരിയായില്ല എന്ന് തന്നെയാണ്. ഇവിടെ ഈ 5 വിമാന സർവീസുകൾ റദ്ദാക്കിയതിനെ പറ്റി, അവരെ നിർത്തിയതിനെ പറ്റി പറഞ്ഞു. പക്ഷെ ഇത് ഇവിടെ നമ്മൾ ഈ സിവിൽ ഏവിയേഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ലോബിയിങ് നടക്കുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ വിമാന കമ്പനികളുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരിതിന്റെ കാരണമായി പറയുന്നത് ഈ ഉയർന്ന യൂസർ ഫീ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നാണ്. അതിന്റെ കമ്പാരിസണായിട്ട് ഇവരെല്ലാവരും തന്നെ പറയുന്നുണ്ട് ചെന്നൈയിൽ 82 രൂപയാണ് യൂസർ ഫീ. കേരളത്തിൽ തന്നെയുള്ള മറ്റു പല എയർപോർട്ടുകളിലും 520. ഇവിടെ മാത്രമാണ് 1000 റേഞ്ചിൽ വരുന്നത് തിരുവനന്തപുരത്ത്. അതുകൊണ്ട് ഫുള്ളാണെങ്കിലും ഞങ്ങൾക്ക് ലാഭകരമായി ഓപ്പറേറ്റ് ചെയ്യാനാകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഫ്ലൈ ദുബായ്, സൗദി എയർലൈൻസ്, ജെറ്റ് എയർവേസ്, സ്പൈസ് ജെറ്റ് തുടങ്ങിയ കമ്പനികളൊക്കെ സർവീസ് നിർത്തുന്നത്. അല്ലാതെ ഇവരുടെ ആരുടെയും സർവീസിൻ്റെ ഉള്ള ലൈസൻസ് ഒന്നും കേന്ദ്രം റദ്ദാക്കിയിട്ടില്ല. അവിടെ ആരുടെയാണ് കുറ്റം? അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു ലോബിയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൽ നിന്ന് പിന്മാറുകയാണ് ഈ അതാ ചോദ്യം ശ്രീത്തെ. അപ്പൊ കുറച്ചുകൂടെ പിന്നോട്ട് പോകും. ഈ യൂസർ ഫീ ആരാണ് ചുമത്തിയത്? അല്ല, യൂസർ അവിടെയാണ് ഞാൻ പറയുന്നത്. സർക്കാരിന്റെ ഇന്റൻഷൻസ് ശുദ്ധമാണ് എങ്കിൽ സർക്കാർ ഇതിനകത്തിൽ ഇടപെടലുകൾ നടത്തണമായിരുന്നു. അവിടെയാണ് നേരത്തെ ഇവിടെ ശ്രീ സുരേഷ് പറഞ്ഞിരുന്ന ഒരു കാര്യം ഇവിടെ പ്രസക്തമാകുന്നത്. ഇവിടെ ഡൊമസ്റ്റിക്കിൽ 460 ഏകദേശം 468 രൂപ എന്നുള്ള യൂസർ ഫീ ഉള്ള സ്ഥലത്ത് എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ബിഡ് ചെയ്യുന്ന സമയത്ത് അതിൽ കൂടിയ റേറ്റ് പറയുന്നില്ല? അദാനിക്ക് എന്തുകൊണ്ട് 168 രൂപ പറയാൻ പറ്റുന്നു? നമുക്ക് എന്തുകൊണ്ട് 135 രൂപ പറയാൻ പറ്റുന്നു? ഇത് ബിഡാണ്.
ബിഡില് ഓരോരുത്തരുടെയും ചിന്താപഥം ഇപ്പം പറഞ്ഞ എന്തുകൊണ്ടാണ് രണ്ട് എയർപോർട്ട് നടത്തുന്ന GMR-നെ പോലൊരു സ്ഥാപനം എന്തുകൊണ്ടാണ് 34 രൂപ കൂട്ടിയത് എന്തുകൊണ്ടാണ്? അല്ലല്ല, അല്ലല്ല, ഇതിന്റെ ഒരു വശത്ത് പ്രൈവറ്റൈസേഷനെ എതിർക്കുന്ന സമയത്ത് മറ്റൊരു വശത്ത് ഗുണഭോക്താവാകാൻ കൂടി നമ്മുടെ സർക്കാർ ശ്രമിച്ചു എന്നുള്ളത് മറച്ചു വെക്കാൻ പാടില്ല. അല്ല, മംഗലാപുരത്തെ എയർപോർട്ടിന് വേണ്ടിയിട്ട് ഇവിടെ സിയാൽ പോയി ബിഡ് ചെയ്തില്ലേ? അപ്പൊ അതെന്തായിരുന്നു അവിടെ പോളിസി എന്തായിരുന്നു? അവിടെ ഏത് റേറ്റാണ് അവിടെ ബിഡ് ചെയ്തിരിക്കുന്നത്? 45 രൂപയാണ്. അവിടെ അദാനിക്ക് കിട്ടിയിരിക്കുന്നത് 115 രൂപയാണെങ്കിൽ സിയാൽ ബിഡ് ചെയ്തിരിക്കുന്നത് 45 രൂപയാണ്. ഉദാഹരണം തിരുവനന്തപുരം എയർപോർട്ട് നടത്തിക്കൊണ്ട് പോകാനുള്ള ഈ പറഞ്ഞ അധികാരം കിട്ടിയപ്പോൾ അദാനി ഇന്നത്തെ സിറ്റുവേഷനിൽ എത്ര കോടി രൂപയായിരിക്കാം അവിടെ കൊടുക്കുന്നത്? അവിടെ ഒരു പൈസയും കൊടുക്കണ്ട. അത് എയർപോർട്ട് റൺ ചെയ്യാൻ, എയർപോർട്ടിൽ ഒരു ചായക്കട നടത്തണമെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവനെ നടത്താൻ പറ്റുള്ളൂ. ഇവിടെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ്, യാതൊരു എക്സ്പീരിയൻസും വേണ്ട. കഴിഞ്ഞ 7 വർഷം 3500 കോടി രൂപയുടെ ടേൺ ഓവർ ഉണ്ടെങ്കിൽ അവർക്ക് ബിഡ് ചെയ്യാം. അങ്ങനെ ബിഡ് ചെയ്ത ഒരാളിന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ എക്സ്പീരിയൻസിൻ്റെ പ്രശ്നം വരുന്നില്ല. പിന്നെ ഒരു 30,000 കോടി രൂപയുടെ അസറ്റ് എയർപോർട്ട് അതോറിറ്റി ട്രിവാൻഡ്രത്തിനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു പൈസ പോലും വാങ്ങാതെ കൊടുക്കുകയാണ്. പകരം കൊടുക്കുന്നത് എന്താണ്? ഒരു പാസഞ്ചർ വന്നാൽ 168 രൂപ. വേറെ യാതൊരു കണ്ടീഷനും അവിടെ ഇല്ല. 100% ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അവർക്ക് എന്ത് വേണമെങ്കിലും ഈ ഭൂമിയിൽ ചെയ്യാം. പിന്നെ ഇവിടെ കപ്പാസിറ്റി ബിൽഡിങ്ങിനെ പറ്റി പറഞ്ഞു. കഴിഞ്ഞ ഫ്ലഡ് സമയത്ത് കൊച്ചിയിലെ കംപ്ലീറ്റ് ഫ്ലൈറ്റിനെയും ട്രിവാൻഡ്രത്ത് ഓപ്പറേറ്റ് ചെയ്തു. അതുകൂടാതെ എയർഫോഴ്സിൻ്റെയും നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും പിന്നെ റെസ്ക്യൂവിന് വന്ന ഹെലികോപ്റ്റേഴ്സിനും എല്ലാം ഓപ്പറേറ്റ് ചെയ്തു. അപ്പോൾ കപ്പാസിറ്റിക്ക് ഈ 635 ഏക്കർ സഫീഷ്യൻ്റ് ആണ്. എയർപോർട്ട് റൺ ചെയ്യുന്നുണ്ട്. പുതിയ ബിൽഡിങ്ങിന് വേണ്ടി 18 ഏക്കറിന് വേണ്ടി നേരത്തെ പറഞ്ഞു. 11 വർഷമായിട്ട് എയർപോർട്ട്സ് അതോറിറ്റി ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ലാൻഡ് ഇതാ, ഞങ്ങൾ കൺസ്ട്രക്ഷൻ നടത്താമെന്ന്. ഇന്നും 18 ഏക്കറിൻ്റെ ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലാണ് അതിൻ്റെ അക്വിസിഷൻ പ്രോസസ്സ്. അത് കിട്ടിയാൽ അടുത്ത മാസം തന്നെ പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അതിനുവേണ്ടി 600 കോടി രൂപയും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ട്സ് അതോറിറ്റിയാണ് ഇന്ന് ഈ കാലിക്കറ്റായാലും കൊച്ചി ആയാലും കണ്ണൂരായാലും എല്ലാ പ്രൈവറ്റ് എയർപോർട്ടിന് വേണ്ടിയിട്ടും എക്സ്പെർട്ടൈസ് അഡ്വൈസ് കൊടുക്കുന്ന എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ നമ്മുടെ എഞ്ചിനീയേഴ്സ് പോയി അത് നിർമ്മിക്കുന്ന എയർപോർട്ടാണത്. അപ്പോൾ അത്രയും എക്സ്പെർട്ടൈസ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഫണ്ടിങ്, എയർപോർട്ട്സ് അതോറിറ്റിയുടെ ഫണ്ടിലുള്ള 12,000 കോടി റിസർവ് ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും പൈസ എയർപോർട്ട് അതോറിറ്റിയുടെ കയ്യിലുണ്ട്. അപ്പോൾ എയർപോർട്ട് നിർമ്മിക്കാനും ശേഷി അവർക്കുണ്ട്. ഇതിനാണെങ്കിൽ 5 പൈസയും വേണ്ട. 1000 കോടി രൂപയുടെ ഒരു സെക്യൂരിറ്റി കാണിച്ചാൽ മാത്രം മതി, ബാങ്ക് സെക്യൂരിറ്റി കാണിച്ചാൽ മതി. കഴിഞ്ഞ 7 വർഷം 3500 കോടി രൂപയുടെ ടേൺ ഓവറും ഈ പിന്നെ 1000 കോടി രൂപയുടെ ഇതും കാണിച്ചു കഴിഞ്ഞാൽ ചേർത്തൊരെണ്ണം പറയാനുണ്ട്. നോക്കൂ, ഇത്രയും രൂപ ആസ്തി ഉണ്ടെന്ന് പറഞ്ഞു. എവിടുന്നാണിത് വന്നത്? GVR-ഉം GMR-ഉം കൂടെ എയർപോർട്ട് അതോറിറ്റിക്ക് കൊടുത്തത് 100 ബില്യൺ രൂപയാണ്. അവരുടെ വരുമാനത്തിൻ്റെ ഏറ്റവും വലിയ ഷെയർ എന്ന് പറയുന്നത് ഈ പ്രൈവറ്റ് എയർപോർട്ടിൽ നിന്നാണ് വന്നത്. നമ്മൾ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടയ്ക്കാൻ പാടില്ല. ഇവിടെ അദാനിക്ക് കൊടുത്തോ വേറെ ആർക്കെങ്കിലും കൊടുത്തോ അതൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് മെഴ്സർ പറഞ്ഞതുപോലെ ഇതിന് ഒരു വെൽ ലൈഡ് ഔട്ട് സ്ട്രക്ചർ ഉണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ. അല്ല നമ്മൾ വീഴുന്നുണ്ട്, നമ്മൾ ഈ ടെൻഡർ കണ്ടീഷൻസ് ഒക്കെ നോക്കാതെ പറയുന്നത് ശരിയാവില്ല. നമ്മൾ ആ കൺസെപ്റ്റ് മാത്രമേ ചർച്ച ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ നമ്മൾ കാണേണ്ട കാര്യമുണ്ട്. നമ്മൾ ഡൽഹി, ബോംബെ, ബാംഗ്ലൂർ, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റം നമ്മൾ കാണാതിരിക്കാൻ പാടില്ല. എന്ത് എഫിഷ്യൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളാണ്. ഞാൻ പലപ്പോഴും വിദേശത്തു നിന്ന് വന്ന് ട്രിവാൻഡ്രത്ത് വന്ന് ഇമിഗ്രേഷൻ കഴിഞ്ഞ് വന്നാൽ 1 മണിക്കൂർ കഴിയാതെ എനിക്ക് എൻ്റെ ലഗേജ് കിട്ടില്ല. അത്രയും കാലതാമസം എന്തുകൊണ്ടുണ്ടാകുന്നു? ഒരു ചെറിയ എയർപോർട്ടാണ്. കാരണം അവിടുത്തെ എഫിഷ്യൻസി ലെവൽ അത്ര മോശമാണ്. അതുകൊണ്ടാണ് പറയുന്നത് എഫിഷ്യൻസി വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പ്രൈവറ്റൈസേഷൻ ഒരു നല്ല മാർഗമാണെന്ന് ലോകം മുഴുവനും ഇല്ല. ബാക്കിയുള്ള നമ്മൾ നോക്കേണ്ടത് ഇല്ല. നമ്മൾ നോക്കൂ, നമ്മൾ ലോകം മുഴുവനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് ചെയ്യേണ്ടത്. നമുക്കിവിടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കണം, കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് ഉണ്ടാക്കണം. ഒരു എയർപോർട്ടിന്റെ മികവ് എന്താണെന്ന് പരിഗണിക്കേണ്ടത് ലാഭം ഉണ്ടാക്കിയോ നോക്കിയിട്ടല്ല. അത് വേണ്ടുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സർവീസ് കണ്ടീഷൻ, സെക്കൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്. ഇത് രണ്ടുമായിരിക്കണം. കൊച്ചിയിൽ വന്നിറങ്ങുമ്പോൾ എന്താണ് താങ്കളുടെ അനുഭവം? ഇല്ല, കൊച്ചിയിൽ വരുമ്പോൾ എനിക്ക് അത്രയും പ്രശ്നമില്ല. ഞാൻ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്കുണ്ടാകുന്ന താമസങ്ങൾ നോക്കുക. ഇതൊക്കെ മാറ്റിയെടുക്കേണ്ടതിൽ ആവശ്യമുണ്ട്. നമ്മൾ തന്നെ വൈകാരികപരമായിട്ടല്ല സമീപിക്കേണ്ടത്. നമ്മൾ നോക്കേണ്ട വസ്തുതകൾ നോക്കിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. വൈകാരികപരമായിട്ടല്ല ഇതിനെ സമീപിക്കേണ്ടതെന്ന് ശ്രീ ജിജി തോംസൺ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏലിയാസിന്റെ മുഖത്തേക്കാ വന്നത്. ഒരു കാര്യം ചോദിക്കുന്നത്, നമുക്ക് എങ്ങനെയാണ് ഒരു പൊതുമേഖലയെയും സ്വകാര്യ മേഖലയും ഒരേ ത്രാസിൽ വെച്ച് തൂക്കാൻ പറ്റുക? പൊതുമേഖല നൽകുന്ന പൗരന് നൽകുന്ന സുരക്ഷിതത്വം സ്വകാര്യ മേഖല കൊടുക്കുന്നുണ്ടോ?
പൊതുമേഖലയുടെ ഒരു അരക്ഷിതാവസ്ഥ സ്വകാര്യ മേഖലയ്ക്കുണ്ടോ? ഇവിടെ ഒരു തീരുമാനം, ഇവിടെ എയർപോർട്ട് അതോറിറ്റി ഉദ്യോഗസ്ഥരിക്കുകയാണ്. ഇവർക്ക് ആർക്കെങ്കിലും 468 എന്നുള്ളത് 467 ആക്കാൻ അധികാരമുണ്ടോ? കൊച്ചിയിൽ അതേ നിമിഷത്തിൽ ഒരു സ്വകാര്യ വിമാനത്താവളത്തിന് രാവിലെ MD തീരുമാനിക്കുന്നു 10 രൂപ കുറച്ചു കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാം. അങ്ങനെയാണോ ഒരു പൊതുമേഖലാ സ്ഥാപനം വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും അധികാരം കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ അധികാരം കൊടുത്താൽ അവരുടെ പുറകെ വിജിലൻസ് വരും, CBI വരും, ഇൻകം ടാക്സ് വരും. എന്തൊക്കെ പ്രഷറാണ് പൊതുമേഖലയിൽ ഉദ്യോഗസ്ഥർ നേരിടേണ്ടത്? ഇവിടെ ട്രാൻസ്പോർട്ട് ബസ് കാണുന്നുണ്ടല്ലോ. ട്രാൻസ്പോർട്ട്, ഒരു മിനിറ്റ്, ഞാൻ അതും കൂടെ പറഞ്ഞു നിർത്താം. ഇവിടെ ട്രാൻസ്പോർട്ട് ബസ് ഓടുന്നുണ്ടല്ലോ. KSRTCക്ക് വേണ്ടി 7 പേരാണ് വർക്ക് ചെയ്യുന്നത് ഒരു ബസ്സിന്. നമ്മുടെ സ്വകാര്യ മേഖലയിൽ ഓടുന്ന ബസ്സിന് ഒരു കണ്ടക്ടറും ഒരു ഡ്രൈവറും ഒരു കണ്ടക്ടറും വെച്ച് ഓടിക്കുന്നുണ്ട്. അപ്പൊ 2 കുടുംബങ്ങളെ മാത്രമാണ് ഒരു സ്വകാര്യ മേഖലയിലെ ബസ് ഫീഡ് ചെയ്യുന്നതെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ് 7 കുടുംബങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മൾ അതുകൂടെ കാണണ്ടേ? ഈ നാടിന്റെ എത്ര കോടി രൂപയാണ് ഗവൺമെന്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? KSRTC പോലെ ഇത്ര ഇൻഎഫിഷ്യന്റ് ആയിട്ട് ഒരു ട്രാൻസ്പോർട്ട് സ്ഥാപനമില്ല. സർക്കാരിന്റെ പണം മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിൽ ആദ്യം മാറ്റേണ്ടത് ഈ പൊതുമേഖലയും സ്വകാര്യ മേഖലയും തമ്മിലുള്ള പ്രശ്നത്തെ സംബന്ധിച്ച ഈ പൊതുമേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടും അതോടൊപ്പം തന്നെ സീപോർട്ടും അതോടൊപ്പം തന്നെ കച്ചവട സ്ഥാപനങ്ങളും നടത്തേണ്ട സ്ഥാപനങ്ങളാണ് എന്നുള്ള ആ ചിന്ത, ആ മൂഢചിന്ത ആദ്യം അവസാനിപ്പിക്കും. വിമാനത്താവളം ഒരു കച്ചവട വിമാനത്താവളം ഒരിക്കലും ഒരു കച്ചവട സ്ഥാപനമല്ല. അതാദ്യം മനസ്സിലാക്കണം. ഇവിടെ ഡെവലപ്മെന്റിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഇത് ഡെവലപ്മെന്റ് ആണോ? ഡെവലപ്മെന്റേ അല്ല. ഇത് മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണിത്. എല്ലാം അദാനിക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള എന്തുകൊണ്ടാ കഴിഞ്ഞ ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ 2014 തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം സപ്ലൈ ചെയ്തിരുന്നത് അദാനിയാണ്. ഇപ്പോ 2019 ആകുമ്പോൾ ഫ്ലൈറ്റ് മാത്രമല്ല വിമാനത്താവളങ്ങളും അദ്ദേഹത്തിൻ്റെതാണ്. സർ ഞാനേ നല്ല മുദ്രാവാക്യം ശ്രദ്ധിച്ചോളൂ സുരേഷ്. അല്ല സുരേഷ് ജാഗ്രത കൊള്ളാവുന്ന മുദ്രാവാക്യ. ഇനി ഒരുപക്ഷെ ഇത് നാളെ തിരുവനന്തപുരത്ത് ഉയരാൻ പോകുന്ന ഒരു സാധനമാണ് അല്ലെ ശ്രീ എം വിജയകുമാർ? തിരുവനന്തപുരത്തെ വിൽക്കുകയല്ലേ അതിന്റെ തുടക്കമാണ് ഇത്. താങ്കൾ ആ വാചകം പറഞ്ഞപ്പോൾ അതായത് 2014 അദാനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിമാനങ്ങൾ നൽകി, 2019 മോഡി അദാനിക്ക് വിമാനത്താവളം നൽകി പ്രത്യുപകാരം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ സുരേഷ് പെട്ടെന്ന് മനസ്സിൽ കുറിച്ചിട്ടു ഇതാണല്ലോ ഇനി വരാൻ പോകുന്നത്. ഹെലികോപ്റ്റർ വിമാനത്താവളം വിൽക്കുന്ന BJP നാളെ തിരുവനന്തപുരത്തെയും വിൽക്കും, കേരളത്തെയും വിൽക്കും.